നമസ്കാരം. ഈ വീഡിയോ മലയാളീസിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ കേരള ഹൗസുണ്ട്. കേരള ഹൗസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മെയിൻ ഗേറ്റിൽ നിന്ന് എൻട്രി ചെയ്യാനൊക്കത്തില്ല. ഇതിൻ്റെ പുറകെ ഈ വഴി അങ്ങനെ പോയി തിരിച്ച് റൗണ്ടായിട്ട് കറങ്ങി വന്ന് ഇതിൻ്റെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വഴിയുണ്ട്. 12:30-ക്ക് ക്യാൻറ്റീൻ ഓപ്പൺ ആകും. 12:30-ക്ക് ക്യാൻറ്റീൻ ഓപ്പണായി. നല്ല ഊണുണ്ട്. വെജ് ഊണ് 90 രൂപ. പിന്നെ എക്സ്ട്രാ മേടിക്കുകയാണെങ്കിൽ ബീഫ് ഫ്രൈ ഉണ്ട് 100 രൂപ എന്ന് തോന്നുന്നു. പിന്നെ ഫിഷ് ഫ്രൈ അങ്ങനെ, പിന്നെ ചിക്കൻ റോസ്റ്റ് അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ബിരിയാണി ഉണ്ട്. 150 ബിരിയാണിക്ക്. ഡൽഹി വന്നു കഴിഞ്ഞാൽ കേരള ഹൗസ് ജന്തർ മന്തറിൻ്റെ അടുത്ത്. ഞാനിപ്പോൾ നേരെ ജന്തർ മന്തർ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. ഓക്കെ, ഇതിൻ്റെ തൊട്ടടുത്ത ബ്രിജ്ഭൂഷൺ BJPയുടെ മറ്റേ റെസ്ലിംഗുകാർക്ക് അറിയാമല്ലോ, വന്ന സമയത്ത് ഒരു MP ബ്രിജ്ഭൂഷൺ, ആ പുള്ളിയുടെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മലയാളീസിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കേരള ഹൗസ് മലയാളീസിനൊക്കെ. ഓക്കെ, ഇന്ന് 2 നവംബർ 2025. ഇന്നലെ കേരള പിരിവയായിരുന്നു. അപ്പം ഇത് ഞാനിപ്പം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ച്. പക്ഷേ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കേരള സർക്കാരിനോട്. കേരള ഭവനിൽ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ ഒരാൾ വന്ന് ടോയ്ലറ്റ് ചോദിച്ചപ്പോൾ ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ അത് ഒന്ന് നോക്കണം. എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളത്, ഇവിടെ വരാനുള്ളവർക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റിൻ്റെ ഇത് ചെയ്യണം. ടോയ്ലറ്റ് ഇല്ല. എൻ്റെ അടുത്ത് വെച്ച് തന്നെ ഒരാൾ ചോദിച്ചപ്പം ആ ക്യാൻറ്റീൻ്റെ റിസപ്ഷനിൽ ആൾ പറഞ്ഞു ടോയ്ലറ്റ് ഇല്ല, പുറത്ത് പോകണം. ഒരു ഹിന്ദിക്കാരനാണ്. ആൾ പറഞ്ഞു ടോയ്ലറ്റ് ഇല്ല, പുറത്ത് പോകണം. പുറത്ത് എവിടെ പോകണം? പുറത്ത് മലയാളീസല്ലേ, ടോയ്ലറ്റ് വേണ്ട കേരളക്കാരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് നോക്കണം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.